സർക്കിൾസിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സെക്കൻഡും തേർഡും ചെയ്ത് കഴിഞ്ഞ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. അവിടെ ഫോർത്ത് ക്വസ്റ്റ്യനിൽ ABCD ഒരു സൈക്ലിക് കോർഡിലേറ്റർ ആണ് തന്നിട്ടുണ്ട്. ആംഗിൾ DBC ഈക്വൽ ടു 55 ഡിഗ്രി, ആംഗിൾ BAC ഈക്വൽ ടു 45 ഡിഗ്രി. ഫൈൻഡ് BCD. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. BCD എന്നുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് DBC ഈ ആംഗിൾ 55 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ ആംഗിൾ BAC ഇത് 45 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്കറിയാം സൈക്ലിക് കോർഡിലേറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ആംഗിൾ A പ്ലസ് ആംഗിൾ C എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ആംഗിൾ B പ്ലസ് ആംഗിൾ D എന്ന് പറയുന്നതും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ഒരു തിയറം വെച്ചിട്ടാണ് നമ്മൾ ഇതിന് BCD എന്നുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ BCD എന്നുള്ള ആംഗിൾ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ആംഗിൾ കിട്ടണം, അതായത് BAD കിട്ടണം. ആംഗിൾ A അറിയുകയാണെങ്കിൽ നമുക്ക് അത് രണ്ടും ആഡ് ചെയ്തിട്ട് 180 എന്ന് പറഞ്ഞിട്ട് ആംഗിൾ C കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഈ ആംഗിൾ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടെത്തുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? DBC എന്നുള്ളത് തന്നിട്ടുണ്ട്. അതായത് CD എന്നുള്ള സെഗ്മെന്റ് എന്നുള്ള ആംഗിൾ ആണ് എന്ത്? DBC. അപ്പോൾ CD എന്നുള്ള സെഗ്മെന്റ് എന്നുള്ള വേറൊരു ആംഗിൾ ആണ് ഏത്? A. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ DBC ഈക്വൽ ടു ആംഗിൾ DAC ഈക്വൽ ടു 55 ഡിഗ്രി. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും സമ്മായിരിക്കും എന്ത്? ആംഗിൾ DAB. അത് പ്ലസ് ആംഗിൾ DCB ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ DCB കണ്ടുപിടിക്കാം. അപ്പോൾ എന്തൊക്കെയാ ഗിവൺ എന്നുള്ളത് ആദ്യം എഴുതാം. ഗിവൺ ABCD ഈസ് എ സൈക്ലിക് കോർഡിലേറ്റർ. സൈക്ലിക് കോർഡിലേറ്റർ. പിന്നെ എന്തൊക്കെയാണ്? AC ആൻഡ് BD ഡയഗണൽസ് ആണ്. AC ആൻഡ് BD ഡയഗണൽസ്. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ അതിൽ ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ DBC ഈക്വൽ ടു 55 ഡിഗ്രി, ആംഗിൾ BAC ഈക്വൽ ടു 45 ഡിഗ്രി. ഇനി നമ്മൾ എന്ത് പറയുന്നു? ആംഗിൾ DBC ഈക്വൽ ടു ആംഗിൾ DAC. ആംഗിൾ DAC ഈക്വൽ ടു 55 ഡിഗ്രി. എങ്ങനെയാണ് അത് ഈക്വൽ ആയ? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആണ്. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഈക്വൽ ആണ്. നമ്മൾ തിയറം പഠിച്ചതാണ്. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. CD എന്നുള്ള സെഗ്മെന്റ്. അപ്പോൾ DBC ഈക്വൽ ടു DAC. ഈ ആംഗിൾ മിഡിൽ പറഞ്ഞിട്ട് ആ സെഗ്മെന്റ് രണ്ട് സൈഡായിട്ട് വരാം. DAC DBC അത് രണ്ടും ഈക്വൽ ആണ്. ഇനി നമ്മൾ ഇനി എന്ത് പറയും? നമുക്ക് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ DAB പ്ലസ് ആംഗിൾ DCB ഈക്വൽ ടു 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് കോർഡിലേറ്റർ. സൈക്ലിക് കോർഡിലേറ്റർ 180 ഡിഗ്രി ആണ്. അപ്പോൾ അത് നമ്മൾ തിയറം പഠിച്ചതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ആംഗിൾ DAB എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ആംഗിൾ DAB എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആംഗിൾ DAC. അപ്പോൾ ഇത് നമുക്ക് 55 ഡിഗ്രി എന്ന് കിട്ടി. 55 ഡിഗ്രി. അപ്പോൾ ആംഗിൾ DAC പ്ലസ് ആംഗിൾ BAC ആണ്. അതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ് എന്ത്? ആംഗിൾ DAB. അപ്പോൾ ഇവിടെ 45 പ്ലസ് 55 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ DAB കിട്ടും. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആംഗിൾ DAB പ്ലസ് DCB ഈക്വൽ ടു 180 ആണ്. അപ്പോൾ 100 പ്ലസ് ആംഗിൾ DCB ഈക്വൽ ടു 180 ആവുമ്പോൾ നമുക്ക് ആംഗിൾ DCB ഈക്വൽ ടു 180 മൈനസ് 100 ഈക്വൽ ടു 80. അതാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. DCB എന്നുള്ളത് 80 ഡിഗ്രി. ഈ ആംഗിൾ 80 ആണ്. ഇപ്പോൾ എക്സാമ്പിൾ 5. Two circles intersect at 2 points A and B. AD and AC are diameters to the two circles. അപ്പോൾ AD യും AC ആണ് diameters. Prove that B lies on the line segment. B ഈ ഒരു ലൈൻ സെഗ്മെന്റിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗിവൺ എന്തൊക്കെയാണ്? അതായത് two circles intersect at A and B. AD and AC are diameters.
diameters of two circles. Diameters ആണ് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. അതായത് ആംഗിൾസ് ഇൻ സെമി സർക്കിളിലുള്ള ആംഗിൾ എന്തായിരിക്കും? ഇപ്പോൾ ഇതൊരു സർക്കിൾ, സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഹാഫ്. അപ്പോൾ ഈ സെമി സർക്കിളിൽ നിന്നുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ തിയറം വെച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ AD ഡയമീറ്റർ ആണ്. AD ഡയമീറ്റർ ആണെങ്കിൽ അതിൽ നിന്ന് ഈ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ADB, അതായത് ABD എന്നുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ പറയുന്നു ആംഗിൾ ABD ഈക്വൽ ടു 90 ഡിഗ്രി. റീസൺ ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ. ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ABD എന്നുള്ള ആംഗിൾ 90 ഡിഗ്രി ആയി. അതുപോലെ ഈ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ആണ് AC. അപ്പോൾ ഈ ഹാഫ് ഇതിൽ നിന്ന് ഈ ആംഗിൾ ABC ഈക്വൽ ടു 90 ഡിഗ്രി. അതും റീസൺ ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്യുന്നു. അതായത് ആംഗിൾ ABD പ്ലസ് ആംഗിൾ ABC ഈക്വൽ ടു 90 പ്ലസ് 90 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ ABD പ്ലസ് ABC എന്ന് പറയുന്നത് 180 ഡിഗ്രി എന്ന് കിട്ടി. അതായത് ആംഗിൾ DBC 180 ഡിഗ്രി ആണെങ്കിൽ DBC ഒരു ലൈനാണ്. DBC ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. Therefore, B lies on the line segment. അതാണ് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ആ ആംഗിൾ 180 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് സെമി സർക്കിളിന്റെ ആംഗിൾ 90 ഡിഗ്രി പറയാം. അതായത് ഇവിടെ ഡയമീറ്റർ തന്നതുകൊണ്ട് ഡയമീറ്ററിന് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് അത് ആംഗിൾസ് ഇൻ സെമി സർക്കിൾ ആയിരിക്കും. ആംഗിൾ ABD ആംഗിൾ ABC രണ്ടും 90 ഡിഗ്രിയാണ്. ആ രണ്ട് ആംഗിളും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടുന്നത് കൊണ്ട് DBC എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈനിൽ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് B ലൈസ് ഓൺ ദ ലൈൻ സെഗ്മെന്റ്. ആ ലൈൻ സെഗ്മെന്റിലാണ് B എന്നുള്ള ഒരു പോയിന്റ് എന്ന് പറയാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സാമ്പിൾ 6 ആണ് നമ്മൾ ചെയ്യുന്നത്. Prove that the quadrilateral formed by the internal angle bisectors of any quadrilateral is cyclic. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം. അതായത് ഒരു ക്വാഡ്രിലേറ്റർ, ഏതെങ്കിലും ഒരു ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ 4 സൈഡിലുള്ള പോളിഗണിനെയാണ് നമ്മൾ ക്വാഡ്രിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വാഡ്രിലേറ്ററിന്റെ ഇന്റേണൽ ബൈസെക്ടർ ആംഗിൾ ബൈസെക്ട് ചെയ്യുന്ന ആ ആംഗിൾ ഒരു ക്വാഡ്രിലേറ്റർ ഫോം ചെയ്യുന്നു. ആ ക്വാഡ്രിലേറ്റർ സൈക്ലിക് എന്നാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ആംഗിൾ എന്റെ ബൈസെക്ടർ ആണ് AH, അതുപോലെ ആംഗിൾ ബിയുടെ ബൈസെക്ടർ ആണ് BH, ആംഗിൾ ഡിയുടെ ബൈസെക്ടർ ആണ് DF, ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണ് CF. ആ ബൈസെക്ടേഴ്സ് എല്ലാം കൂടിയിട്ട് അവിടെ ഒരു ക്വാഡ്രിലേറ്റർ ഫോം ചെയ്യുന്നുണ്ട്. ആ ക്വാഡ്രിലേറ്റർ സൈക്ലിക് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് ആ ക്വാഡ്രിലേറ്റർ കിട്ടിയിട്ടുള്ളത്. നമ്മൾ അതിന് പേര് കൊടുത്തു EFGH. അപ്പൊ ഈ കോർഡിനേറ്റർ സൈക്ലിക് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഓപ്പോസിറ്റ് ആംഗിൾസ് 180, ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഈ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ അല്ലെങ്കിൽ ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് അതിന്റെ സമ്മ് 180 ഡിഗ്രി എന്ന് ഇവിടെ പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഈ ആംഗിൾ നമ്മൾ 180 എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആംഗിൾ 1 എന്ന് കൊടുക്കാം, ഇവിടെ ആംഗിൾ 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈക്വൽ ടു 180 ഡിഗ്രി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ആംഗിൾ 1 എന്താണെന്ന് അറിയണം, അതുപോലെ ആംഗിൾ 2 എന്താണെന്ന് അറിയണം. അതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് 180 എന്ന് പ്രൂവ് ചെയ്താൽ EFGH ഒരു സൈക്ലിക് കോർഡിനേറ്റർ ആണെന്ന് പറയും. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ABCD ഈസ് എ കോർഡിനേറ്റർ. അതിൻ്റെ ബൈസെക്ടേഴ്സ് എഴുതാനി AH BH CF ആൻഡ് DF are angle bisectors. Angle bisectors. AH ഏതിൻ്റെ ആയിരുന്നു? ആംഗിൾ A. അതുപോലെ BH എന്ന് പറയുന്നത്
ആംഗിൾ ബിയുടെ ആംഗിൾ സി ആൻഡ് ഡി. അപ്പോൾ ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ് എ ബി സി ഡി എന്നുള്ള അതിന്റെ ആംഗിൾസിന്റെ ബൈസെക്ടേഴ്സ് ആണ് എ എച്ച് ബി എച്ച് സി എഫ് ഡി എച്ച് റെസ്പെക്റ്റീവ്ലി. ഇത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ്. എന്നിട്ട് അവിടെ ഫോം ചെയ്യുന്ന കോർഡിനേറ്റർ ഇ എഫ് ജി എച്ച് ഇസ് എ കോർഡിനേറ്റർ. അവിടെ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ടു പ്രൂവ്, ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇ എഫ് ജി എച്ച് ഈസ് സൈക്ലിക് എന്ന് പ്രൂവ് ചെയ്യണം. ഇത്രയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. അതായത് ആംഗിൾ ഡി എ ഇ പ്ലസ് ആംഗിൾ എ ഡി ഇ പ്ലസ് ആംഗിൾ എ ഇ ഡി ഈക്വൽ ടു 180 ഡിഗ്രി ആംഗിൾ സം പ്രോപ്പർട്ടി. അപ്പോൾ ഇത് രണ്ട് ആംഗിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഇത് ഹാഫ് ഓഫ് എ ആണ് അല്ലേ? എ എന്ന ആംഗിളിന്റെ ഹാഫ് ആണ്. ഇത് ബൈസെക്ട് ചെയ്തു. അപ്പൊ ഈ രണ്ട് ഹാഫ് നമ്മൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഒരു ആംഗിളിനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആംഗിളിന്റെ രണ്ട് ഹാഫും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഡി എ ഇ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ആംഗിൾ എ ആണ് അല്ലെ? ഡി എ ഇ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ? ആംഗിൾ ഡി എ ഇ ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ എ ആണ്. അതുപോലെ ആംഗിൾ എ ഡി ഇ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഓഫ് ആംഗിൾ ഡി ആണ്. അപ്പോ ഇതിന്റെ ഈ ആംഗിൾ നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? എ ഇ ഡി എന്നുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം എ ഇ ഡി കിട്ടിയാൽ ആ ആംഗിൾ തന്നെയായിരിക്കും എന്ത്? എഫ് ഇ എച്ച്. അതായത് ആംഗിൾ 1 എന്ന് പറയുന്നത് നമുക്ക് ആംഗിൾ എ ഇ ഡി ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ ഇ ഡി ആണ്. ആംഗിൾ എ ഇ ഡി എന്ന് പറയുന്നത് 180 മൈനസ് നമ്മൾ ഇതെന്ത് കൊടുത്തു? ഹാഫ് ഓഫ് ആംഗിൾ എ ആണ്. ആംഗിൾ എ ഡി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ആംഗിൾ ഡി ആണ്. അപ്പോൾ 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് കൊടുക്കാതിരിക്കണം അല്ലേ? നമുക്ക് ഇത് രണ്ടിന്റെ സമ്മ്, അതായത് ഹാഫ് ഓഫ് ആംഗിൾ എ പ്ലസ് ഹാഫ് ഓഫ് ആംഗിൾ ഡി എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് ഹാഫ് പുറത്തേക്ക് എടുത്തു. ഹാഫ് ഓഫ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി. അപ്പോൾ എ ഇ ഡി എന്ന് പറയുന്ന ആംഗിൾ 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ആണ്. അത് തന്നെയായിരിക്കും എന്ത്? ആംഗിൾ 1 എന്ന് പറയുന്നത്. കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇനി അതുപോലെ ഈ ഒരു ട്രയാങ്കിളിൽ നമ്മൾ കണ്ടുപിടിക്കുക. ഈ ഒരു ട്രയാങ്കിളിൽ നമ്മൾ എങ്ങനെ ഇതുപോലെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതായത് ആംഗിൾ ബി ജി സി എന്ന് പറയുന്നത് സിമിലർലി എന്നിട്ടിട്ട് എഴുതിയാൽ മതി. സിമിലർലി ആംഗിൾ ബി ജി സി ഈക്വൽ ടു 180 മൈനസ് നമുക്ക് എങ്ങനെ പറയാം? 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ ബി പ്ലസ് ഹാഫ് ഓഫ് ആംഗിൾ സി. 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി. മൈനസ് നമ്മൾ കോമൺ ആയിട്ടുണ്ട്. രണ്ടും മൈനസ് ആണ് വരുന്നത്. അപ്പൊ മൈനസ് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു. 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ആണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് പറയാം? ആംഗിൾ 1 എന്ന് പറയുന്നത് ഇതാണ്, ആംഗിൾ 2 എന്ന് പറയുന്നത് ഇതാണ്. എന്നിട്ട് അതിന്റെ രണ്ടിന്റെ സമ്മ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ഇ എഫ് ജി എച്ച് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നു? ഇനി എ ഇ ഡി എന്ന് പറയുന്നത് എ ഇ ഡി ആംഗിൾ എ ഇ ഡി ഈക്വൽ ടു ആംഗിൾ 1 ആണ്. റീസൺ എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതുപോലെ ആംഗിൾ ബി ജി സി എന്ന് പറയുന്നത് ആംഗിൾ 2 ആണ്. റീസൺ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഉള്ളിൽ എന്ത് കൊടുക്കുക? ഇത് ആംഗിൾ 1 എന്ന് കൊടുക്കുക, ഇവിടെ ആംഗിൾ 2 എന്ന് കൊടുക്കുക. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയി വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇതുപോലെ ആംഗിൾ 1 ആംഗിൾ 2 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് പറയുന്നു? ഇത് രണ്ടിനെയും നമുക്ക് ആഡ് ചെയ്യാന്ന് വേണ്ടത്. കാരണം ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ആണ് നമ്മൾ 180 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം, ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. അപ്പോൾ 1ഉം 2ഉം ആഡ് ചെയ്യുന്നു. അപ്പോൾ ആംഗിൾ 1 എന്ന് പറയുന്നത്, അതായത് ഇക്വേഷൻ 1 ആംഗിൾ 1 എന്താണ്? 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ എ പ്ലസ് ഹാഫ് ഓഫ് ആംഗിൾ ബി പ്ലസ് 180 മൈനസ്
180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി അങ്ങനെ കൊടുത്തു. അത് ഈക്വൽ ടു ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ആണ്. അതായത് ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നു. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എന്ന് പറയുന്നത് 180 മൈനസ് ഇത് ആംഗിൾ 1ന് ഈക്വൽ ആണ്, ഇത് ആംഗിൾ 2ന് ഈക്വൽ ആണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ആംഗിൾ 1ഉം ആംഗിൾ 2 ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ 180 പ്ലസ് 180 എത്രയായി? 360. അതായത് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എന്ന് പറയുന്നത് 180 പ്ലസ് 180 എന്ന് പറയുന്നത് 360 മൈനസ് ഇവിടെ ഹാഫ് ഓഫ്, നമുക്ക് രണ്ടിലും മൈനസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് ഒരുമിച്ച് എഴുതാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ആണ്. ഹാഫ് ഓഫ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി. ഇത് ഒരു ക്വാഡ്രിലേറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. എ ബി സി ഡി ഒരു ക്വാഡ്രിലേറ്റർ ആണെങ്കിൽ ഇതിൻ്റെ സം എത്രയായിരിക്കും? ആംഗിൾ സം പ്രോപ്പർട്ടി 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഇതിനെ എങ്ങനെ എഴുതാം? അതായത് 360 മൈനസ് ഹാഫ് ഓഫ് 360. അപ്പോൾ 360 മൈനസ് ഹാഫ് ഓഫ് 360 എന്ന് പറഞ്ഞാൽ ഇത് 180 ആണ്. അപ്പോൾ 360 മൈനസ് 180 എന്ന് പറയുന്നത് 180 ഡിഗ്രി. അതായത് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എന്ന് പറയുന്നത് 180 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 എന്ന് കിട്ടിയത് കൊണ്ട് അതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. Therefore EFGH is a cyclic quadrilateral. അടുത്ത നമ്മൾ എഴുതുന്നു therefore EFGH is cyclic. ഇതിൽ ഇത്രയും ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നമുക്ക് ഈ രണ്ട് ആംഗിളിൻ്റെയും സമ്മ് 180 എന്ന് പ്രൂവ് ചെയ്യണം. ആ ആംഗിൾ കിട്ടണമെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കുക. ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ആണ്. അതുപോലെ ബി ജി സി എന്ന് പറയുന്ന ആംഗിൾ 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ആണ്. ബ്രാക്കറ്റിൽ നമ്മൾ എഴുതുന്നു. അത് തന്നെയാണ് എന്ത്, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. എന്നിട്ട് നമ്മൾ അത് അവിടെ ഈക്വൽ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ ആഡ് ചെയ്യും. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം മനസ്സിലാവണമെങ്കിൽ ആംഗിൾ 1 ഈക്വൽ ടു 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് എഴുതുക. അതുപോലെ ആംഗിൾ 2 എന്ന് പറയുന്നത് 180 മൈനസ് ഹാഫ് ഓഫ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എന്ന് പറയുന്നത് ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരുമിച്ച് ആഡ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡ് ഒരുമിച്ച് ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതെല്ലാം ഈ ആംഗിൾ എന്ന് പറയുന്നത് അതായത് എല്ലാ സൈഡിനും എല്ലാ ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ അത് ക്യാൻസൽ ആയിട്ട് 360 മൈനസ് 180 വരും. അപ്പോൾ 180 ഡിഗ്രി. അതാണ് അതിൽ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.